എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ഒരു പെന്തക്കോസ്ത് വിശ്വാസി തൻ്റെ വീടിൻ്റെ മതിലിൽ ഒരു ബൈബിൾ വാക്യം എഴുതി വെച്ചു. അതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വിവാദം ഉണ്ടായിരിക്കുകയാണ്. ഇത് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ കമൻറ്റുകൾ എഴുതുകയും പ്രതികരണ വീഡിയോകൾ ചെയ്യുകയും ചെയ്തു. എന്താണിതിൻ്റെ ഒരു പശ്ചാത്തലം? അതായത് പത്തനാപുരം കുന്നിക്കോട് റോഡിൽ തലവൂർ സത്യംമൂട് എന്ന സ്ഥലത്ത് ഒരു പെന്തക്കോസ്ത് വിശ്വാസി റോഡിനോട് ചേർന്ന് താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് അതിനൊരു മതിലുണ്ട്. ആ മതിലിൽ വളരെ ദീർഘവർഷങ്ങളായി അദ്ദേഹം ബൈബിൾ വാക്യങ്ങൾ എഴുതി വയ്ക്കാറുണ്ട്. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ പുതുതായിട്ട് എഴുതിയതാണോ ഇനി നേരത്തെ ഈ വാക്യമുള്ളതാണോ എന്നറിയില്ല. ആ വാക്യം ഇപ്രകാരമാണ്. അതായത് ആ വാക്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ബൈബിളിലെ 1 കൊരിന്ത്യർ, അതായത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്ന ഒരു ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. 2 ലേഖനങ്ങളാണ് കൊരിന്ത്യർക്ക് എഴുതിയിട്ടുള്ളത്. അത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം. ഈ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുവിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഈ വാക്യം ചില ഹൈന്ദവ ആളുകൾ കണ്ടു. അവർ അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ, തലവൂർ പഞ്ചായത്ത് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ അകത്തുള്ള വിഗ്രഹാരാധന എന്ന ഒരു ഭാഗം ഇത് മായ്ച്ചു കളയാൻ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. അപ്പോൾ ഈ പരാതിക്കാരിൽ ഒരാൾ തന്നെ ഇത് മായ്ച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കുന്ന ഇതാണ്: ഇത്രയും കാര്യങ്ങൾ എഴുതിയതിൻ്റെ നടുക്ക് വിഗ്രഹാരാധികൾ എന്ന് എഴുതിയിട്ടുണ്ട്. അത് വിഗ്രഹാരാധികളായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തെ അവഹേളിക്കുന്നതാണ് എന്നാണ് ഈ ആളുകൾ ആരോപിക്കുന്ന സംഗതി. അപ്പോൾ ഇത് വലിയ വിവാദമായി ചില TV ചാനലുകളൊക്കെ വളരെ ശക്തമായി റിപ്പോർട്ട് ചെയ്തു. പല ആളുകളും അനുകൂലമായും പ്രതികൂലമായും ഒക്കെ വാദിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു സത്യമെന്ന് പറഞ്ഞാൽ, ക്രിസ്തീയ സഭ, അതായത് ക്രൈസ്തവ സഭ, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ, ഇത് 66 പുസ്തകങ്ങളടങ്ങുന്ന സത്യവേദ പുസ്തകം. ഇത് ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി വരെ നമ്മൾ പഠിക്കുമ്പോൾ അത് യഹൂദന്മാരുമായി ബന്ധപ്പെട്ടു, അല്ലെ അവർക്കുള്ള നിയമങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും. പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന് ശേഷം ക്രിസ്തുവിനാൽ സ്ഥാപിതമായ ഒരു സഭ, അതിലുള്ള അംഗങ്ങളായ പത്രോസ്, പൗലോസ്, യോഹന്നാൻ, ഇങ്ങനെയുള്ള ആളുകൾ ഓരോ സഭകൾക്കോ വ്യക്തികൾക്കോ വേണ്ടി എഴുതിയിട്ടുള്ളതും ദർശനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവചന പുസ്തകവും
അപ്പോസ്തലന്മാരുടെ ചരിത്രങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തുന്ന ഒരു അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകവും യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തെ ഉൾക്കൊള്ളുന്ന 4 പുസ്തകങ്ങളും അടങ്ങുന്നതാണ് ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ. അപ്പോൾ ഇത് ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ സുവിശേഷം. അപ്പം ഞാനിത് കൂടുതൽ വിവരിച്ച് പറയുകയല്ല. ഈ പ്രതിഷേധക്കാർ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഇത് മതിലിൽ നിന്ന് ഈ ഒരു വാക്കും മായ്ച്ചു കളഞ്ഞാൽ ഇത് ഈ ബൈബിളിൽ നിന്ന് വെട്ടിക്കളയാൻ പറ്റുമോ? നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹൈന്ദവ സമൂഹത്തിൻ്റെ മതഗ്രന്ഥങ്ങളിൽ നിന്ന് കുറേ വാക്യങ്ങൾ എഴുതി വെച്ചാൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്ന് കുറച്ച് വാക്യങ്ങൾ എഴുതി വെച്ചാൽ അത് പ്രകോപനമാകുമെങ്കിൽ ഇങ്ങനെ എത്രയോ വാക്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, മുസ്ലിങ്ങൾ അവർ ഒരു ദിവസം 5 നേരം അവരുടെ ബാങ്ക് വിളി, മലയാളത്തിൽ പറയുമ്പോൾ ബാങ്ക് വിളിക്കുക എന്ന് പറയും. രാവിലെ നേരം വെളുത്ത് 4 മണിക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 4 മണിയോ അല്ലെങ്കിൽ പ്രഭാതത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ അവർ വിളിച്ചു കൂവുന്നത് അല്ലെങ്കിൽ വിളിച്ചു ചൊല്ലുന്നത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്നാണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവം അള്ളാഹു. അത് നമ്മൾ പഠിക്കുമ്പോൾ മുഹമ്മദ് നബിയുടെ കാലത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 360 ഗോത്രദേവന്മാരുണ്ടായിരുന്നു. ആ 351 ഗോത്രദേവന്മാരെയും അത് വിഗ്രഹങ്ങളായിരുന്നു, ഇതെല്ലാം വിഗ്രഹങ്ങളായിരുന്നു. ഈ 359 എണ്ണത്തെയും തല്ലി തകർത്ത് നശിപ്പിച്ചിട്ട് അതിൽ ലാത്ത, ഊസ, മനാത്ത ഇവരുടെ പിതാവായ അള്ളാഹു എന്ന ഒരു രൂപത്തെയാണ് അവർ ഇപ്പോൾ ഈ ദൈവമായിട്ട് അംഗീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെയാണ് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ. ഒരു സൈഡിൽ 2 കൈകളുള്ള ഒരു ചിത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തെ, അവർ പറയുന്ന അള്ളാഹുവിനെ, അവർ ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ഒക്കെ താമസിക്കുന്ന എല്ലാ ഏരിയയിലും ഒരു ദിവസം 5 പ്രാവശ്യം അവർ വിളിച്ചു പറയുകയാണ്, ഈ അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ല. 360 ഗോത്രദേവന്മാരിൽ 359 പേരെയും നശിപ്പിച്ചിട്ട് ഒരു ദൈവത്തെ മാത്രം എടുത്തു വെച്ചു, അതാണ് അള്ളാഹു. ഈ അള്ളാഹു മാത്രമാണ് ദൈവം, വേറെ ഒരുത്തനും ദൈവമല്ല എന്ന് ഇവർ പ്രഖ്യാപിക്കുമ്പോൾ അവർ പറയുന്നത്, മുസ്ലിങ്ങൾ പറയുന്നത്, യേശു ക്രിസ്തുവും മറ്റ് ഹൈന്ദവ ദേവീ ദേവന്മാരും മറ്റ് ബുദ്ധമതക്കാരുടെയോ ജൈനമതക്കാരുടെയോ മറ്റ് പാർസി മതക്കാരുടെയോ ആരുടെ ആയിക്കൊള്ളട്ടെ, ഇവരൊന്നും ദൈവങ്ങളല്ല, ഞങ്ങളുടെ ദൈവം മാത്രമാണ് ദൈവമുള്ളൂ എന്ന് അവർ നമ്മുടെ ചെവിയിലേക്ക് മൈക്ക് വെച്ച് രാവിലെ പ്രസംഗിക്കുകയാണ്. ഇതിനെ ആരും എന്തുകൊണ്ടാണ് എതിർക്കാത്തത്? അപ്പോൾ അവർ പച്ച മലയാളത്തിൽ വിളിച്ചു പറയുകയാണ്, അല്ലെങ്കിൽ അവർ വ്യക്തമായി വിളിച്ചു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് മനസ്സിലാക്കി വരുമ്പോൾ എന്താണ്, അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് അവർ വിളിച്ചു പറയണം. അത് എല്ലാവരും കേൾക്കുകയാണ്. ഇനി അത് പോട്ടെ, ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഒരു പബ്ലിക് മീറ്റിങ്ങിൽ പ്രസംഗിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ഈ ബാങ്ക് വിളിക്കുന്ന സമയത്ത് 2 മിനിറ്റ് നിശബ്ദരായി നിൽക്കും. അത് ഒരു മതത്തോടുള്ള ബഹുമാനം കൊണ്ട്. അപ്പോൾ ഈ അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് വിളിച്ചു പറയുമ്പോൾ അത് കേട്ടിട്ട് തങ്ങളുടെ പ്രസംഗം നിർത്തി അത് ശ്രദ്ധിക്കുന്ന ഒരു ഹിന്ദുവും അത് ശ്രദ്ധിക്കുന്ന ഒരു ക്രിസ്ത്യാനിയും ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം, നാളെ ഇവർ ബാങ്ക് വിളിക്കുമ്പോൾ അവരുടെ മോസ്കിൽ കയറി ചെന്ന്
ഈ അള്ളാഹു അല്ലാതെ വേറൊരു ദൈവവും ഇല്ല എന്നിവിടെ പറയാൻ പാടില്ല, ഞങ്ങളുടെ ദേവീ ദേവന്മാരും ദൈവമാണ് എന്ന് പറയണം എന്ന് പറയാനൊരു ചങ്കൂറ്റം ഇവരാരെങ്കിലും കാണിക്കുമോ? ഇല്ല. അപ്പോൾ ഒക്കുന്നവനിട്ട് ഒപ്പിക്കുക എന്നുള്ള ഒരു സമീപനമുണ്ട്, അല്ലേ? അപ്പോൾ പെന്തക്കോസ്തൽ സമൂഹം പൊതുവെ പ്രതികരണശേഷി കുറഞ്ഞ ഇല്ലാത്ത സമൂഹമാണ്. കുറഞ്ഞെന്നല്ല, ഇല്ല. അപ്പം ഈ സ്വന്തം സ്ഥലത്ത് സ്വന്തം മതിലേൽ തങ്ങൾ വിശ്വസിക്കുന്ന ആ മതത്തിലെ അല്ലെങ്കിൽ ആ വേദപുസ്തകത്തിലെ ഒരു വാക്യം എഴുതി വയ്ക്കാൻ ഒരു പെന്തക്കോസ്തുകാരന് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം മത അസ്വാതന്ത്ര്യത്തിലെത്തപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അപ്പോൾ മതസ്വാതന്ത്ര്യം എവിടെ പോയി? അപ്പോൾ ബലമായിട്ട് ഒരു ഭവനത്തിൽ കയറി അല്ലെങ്കിൽ അതിൻ്റെ മതിലിലുള്ള വാക്യം വായിച്ച് കളയാൻ എത്രമാത്രം തൻ്റെ ഇടമാണ് ഇവർ കാണിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാളെ ഞാൻ ഈ ബൈബിൾ എൻ്റെ കയ്യിരിക്കുന്നു, ഇത് വായിക്കരുത്, ഇത് പഠിപ്പിക്കരുത്, ഇത് നിങ്ങൾ പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? അപ്പോൾ തീർത്തും പെന്തക്കോസ്തൽ സമൂഹങ്ങളുടെ നേരെ ആർക്കും എന്തും വിരൽ ചൂണ്ടാം, അവരോട് എന്ത് തോന്നിവാസം കാണിച്ചാലും ഇവിടെ പ്രതികരിക്കാൻ ആരുമില്ല എന്നുള്ളൊരു ബോധം ചില ആളുകളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതനുവദിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ നിങ്ങൾ ഈ ബൈബിളിൻ്റെ അകത്തുനിന്ന് ഇത് വായിച്ചുകളാം. കാരണം ഈ ബൈബിളിൽ ഇത് എഴുതി വെച്ചോടത്തോളം കാലം ഇത് പ്രസംഗിക്കാതിരിക്കാൻ പറ്റുമോ? ഇവിടെ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. എന്താണ്? ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ. അപ്പോൾ വിഗ്രഹാരാധന എന്ന് പറഞ്ഞതിനാണ് പ്രശ്നമുണ്ടായത്. അപ്പം നാളെ ഈ മതിലിലുള്ള ഈ വാക്യം കണ്ടുകൊണ്ട് കുറേ വ്യഭിചാരികൾ വന്നു എന്നിരിക്കട്ടെ, എന്ന് പറഞ്ഞാൽ ശരീരം വിറ്റ് ജീവിക്കുന്നവർ. ഇവർ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് നിയമപരമായ പ്രൊട്ടക്ഷനുണ്ട്, ഈ വ്യഭിചാരം എന്ന് എഴുതി വച്ചേക്കുന്നത് ശരിയല്ല, ഇത് മായ്ച്ചു കളയണം എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? ഇനി അടുത്തത് പോട്ടെ. ഇനി അടുത്ത ആളുകൾ വന്ന് പറയുകയാണ് പുരുഷകാമികൾ, അതായത് എന്താണ്, ഹോമോസെക്സ്വാലിറ്റിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, സ്വവർഗരതിക്കാർ വർദ്ധിക്കുന്നു ലോകത്തിൽ. ഇപ്പോൾ സ്വവർഗരതിക്കാർ വന്നിട്ട് പറയുകയാണ് ഇത് ഞങ്ങൾക്കെതിരെയുള്ള വാക്യമാണ്, അതുകൊണ്ട് ഇത് അനുവദിക്കാൻ പറ്റിയല്ല എന്ന് സ്വവർഗരതിക്കാർ പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ വിഗ്രഹാരാധന മായ്ച്ചു കളയേണ്ടി വന്നു, വ്യഭിചാരം മായ്ച്ചു കളയേണ്ടി വന്നു. ഇനി സ്വയഭോഗികളാണെന്ന് ആരും സ്വയമായിട്ട് പറയാത്തത് കൊണ്ട് അത് അവിടെ നിലനിൽക്കുകയാണ്. അടുത്തത് പുരുഷകാമികൾ വന്നിട്ട് പറയുകയാണ്, അതായത് ഹോമോസെക്സ്വാലിറ്റിയിൽ ഇഷ്ടമുള്ള ആളുകൾ, അവർ വന്നിട്ട് പറയുകയാണ് ഈ വാക്യം ഞങ്ങൾക്ക് പറ്റിയല്ല, ഇത് മായ്ക്കണം എന്ന് പറഞ്ഞാൽ അതും തീർന്നു. അപ്പം 3 കാര്യങ്ങൾ തീർന്നു: വിഗ്രഹാരാധനയും വ്യഭിചാരവും പുനഃ. ഇനി അടുത്തത് കള്ളന്മാർ, ഈ കള്ളത്തരം തൊഴിലാക്കിയവരുണ്ട്. നമ്മുടെ സർക്കാർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം ജയിൽ പുള്ളികളുടെ വേതനം വർദ്ധിപ്പിച്ചു, 168 രൂപയിൽ നിന്ന് 630 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇനി അടുത്തത് മദ്യപന്മാർ. അപ്പോൾ കേരളത്തിൽ മദ്യപാനികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം മദ്യം വിൽപ്പന നടക്കുന്ന കേരളത്തിലാണ്. സർക്കാർ അവരെ മുക്തകണ്ഠം പ്രോത്സാഹിപ്പിക്കുകയാണ്. പുതിയ മദ്യമുണ്ടാക്കും കഴിയുമ്പോൾ അതിന് പേരിടാൻ വേണ്ടി ആളുകളെ ക്ഷണിക്കുകയാണ്, പേരിടുന്നവർക്ക് സമ്മാനം കൊടുക്കുകയാണ്. അപ്പം മദ്യമുണ്ടാക്കി മദ്യത്തിന് പേരിടാൻ വേണ്ടി ആളുകളെ ക്ഷണിച്ച് അവർക്ക് പൈസ കൊടുത്ത് അവരെ കൊണ്ട് ഈ മദ്യത്തിന് പേരിടിക്കുന്ന ഒരു സംസ്ഥാനം. അപ്പം നാളെ മദ്യപാന്മാർ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ മദ്യപാനികൾക്ക് ഇത് പ്രശ്നമാണ്, എന്തു ചെയ്യും? ഇനി അടുത്തത് പിടിച്ചുപറിക്കാർ, അത്യാഗ്രഹികൾ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് ഏതെങ്കിലും ഒരു മതത്തിന് വികാരം കൊള്ളേണ്ട യാതൊരു ആവശ്യകതകളുള്ള കാര്യമല്ല ഇത്. അതിനാണ് ഞാൻ ആദ്യം ഉദാഹരണം പറഞ്ഞത്. ഒരു മുസ്ലിം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏതാണ്ട് 5 സമയം
അവരുടെ ദൈവം അല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്ന് പിന്നെ പറയുമ്പോൾ അതാർക്കെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ? ആ പ്രശ്നത്തെ ഒരു പ്രശ്നമായി കുത്തിത്തിരിപ്പുണ്ടാക്കുമ്പോഴാണ് ഇത് വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ബൈബിൾ എന്താണ് ഈ വിഗ്രഹാരാധനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഓരോ ഹൈന്ദവ സഹോദരങ്ങളും ഇസ്ലാം മത സഹോദരങ്ങളും മനസ്സിലാക്കണം. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയെ അനുകൂലിക്കുന്ന വിശ്വാസമല്ല. അത് കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത് സഭ വരെയും വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കത്തോലിക്കർ വീട്ടിൽ വിഗ്രഹമുണ്ടല്ലോ, അപ്പോൾ എന്താണ് ഈ വിഗ്രഹം? അതായത് ഒരു ദൈവത്തിൻ്റെ രൂപം കല്ലിലോ മണ്ണിലോ മരത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളിമണ്ണിലോ ഒക്കെ കൊത്തി ഉണ്ടാക്കി ഇതെൻ്റെ ദൈവമാണ് എന്ന് പറയുമ്പോഴാണ് ഈ വിഗ്രഹാരാധന എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികളും ഇപ്പോൾ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഗ്രഹങ്ങളില്ല എന്നാണ് അവർ പറയുന്നത്. എന്താ കാരണം? അവർ യേശുവിൻ്റെയോ കന്യകാമറിയത്തിൻ്റെയോ രൂപമോ ഉണ്ടാക്കിയാൽ അതിൽ ദൈവം കുടികൊള്ളുന്നില്ല. എന്താണ് ഈ വിഗ്രഹാരാധനയെന്ന് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ, ഒരു വിഗ്രഹത്തെ, ഒരു രൂപത്തെ ഉണ്ടാക്കിയിട്ട് ഈ രൂപം ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് കഴിയുമ്പോൾ ഈ രൂപത്തിൻ്റെ അകത്ത് ദൈവം കുടികൊള്ളുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ രൂപം, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീ അയ്യപ്പൻ, ശബരിമലയിലിരിക്കുന്ന ഭഗവാൻ ശ്രീ അയ്യപ്പൻ ശാസ്താവിൻ്റെ ഈ വിഗ്രഹത്തിൽ ശാസ്താവ് കുടികൊള്ളുന്നു, ആ ദൈവം ആ വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസം. എന്നാൽ ഒരു കത്തോലിക്ക സഭയിലുള്ള ഒരു വിശ്വാസിയെ അല്ലെങ്കിൽ ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇരിക്കുന്ന യേശുവിൻ്റെ രൂപത്തിൽ യേശു ഉണ്ട് എന്നവർ പഠിപ്പിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അത് താഴെ വീണ് ഉടഞ്ഞു പോയാലും അതൊരു ചൂല് കൊണ്ട് അടിച്ചു വാരി ഒരു ഡിസ്പാനിലെടുത്ത് അത് കൊണ്ടുവന്ന് കളയും, അവിടെ മറ്റൊന്ന് സ്ഥാപിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വിഗ്രഹാരാധന എന്താണ് എന്ന് നമ്മൾ പൊതുവെ പഠിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് ആ ദേവൻ ആ വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നു, വസിക്കുന്നു എന്നതിനെയാണ് വിഗ്രഹാരാധനയായിട്ട് പൊതുവെ മനസ്സിലാക്കുന്നത്. ഇനി ക്രിസ്തീയ പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പോൾ യഹൂദൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ക്രിസ്തീയ പശ്ചാത്തലം വരുന്നത്. അതായത് ദൈവം കൊടുക്കുന്ന ഒന്നാമത്തെ കൽപ്പനയാണ് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. യാതൊരു വിഗ്രഹത്തെ ഉണ്ടാക്കിയോ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്, സ്വർഗത്തിലോ ഭൂമിയിലോ സമുദ്രത്തിലോ എവിടെയായാലും. നമ്മുടെ വീട്ടിൽ ഫോട്ടോയുണ്ട്, എൻ്റെ അപ്പൻ്റെ ഫോട്ടോയുണ്ട്, അപ്പം മരിച്ചുപോയി. ആ ഫോട്ടോയെ നോക്കി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ആ ഫോട്ടോയിൽ എന്തെങ്കിലും ഒരു അപ്പൻ്റെ ആത്മാവ് കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്നില്ല, ഒരു ക്രിസ്ത്യാനിയും വിശ്വസിക്കുന്നില്ല. എന്നതുപോലെ കത്തോലിക്ക സഭയിലിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന യേശുവിൻ്റെ ഒരു ഫോട്ടോയിലോ അവിടെ ഇരിക്കുന്ന ഒരു വിഗ്രഹത്തിലോ, വിഗ്രഹം അവർ പൊതുവെ പറയുന്നതാണ്, അവിടെ ഇരിക്കുന്ന ഒരു പ്രതിമ അതിലോ ദൈവം കുടികൊള്ളുന്നുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞങ്ങൾ പെന്തക്കോസുകാർ വ്യത്യസ്തരാണ്. അപ്പോൾ ഒരു പെന്തക്കോസുകാരനും ഒരു ക്രിസ്ത്യാനിയും വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് മാത്രമല്ല, വിഗ്രഹാരാധന അത് തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്ന സമൂഹമാണ് ക്രിസ്തീയ സമൂഹം. അപ്പോൾ എന്നെ കേൾക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഞങ്ങളോട് എതിർത്തിട്ട് കാര്യമില്ല. കാരണം ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്ത് വിഗ്രഹത്തെ ആരാധിക്കാൻ ഞങ്ങൾക്ക് വ്യവസ്ഥയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മുതുകത്ത് കുതിര കയറിയിട്ടോ ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടോ ഞങ്ങളുടെ താടിക്ക് തട്ടിയിട്ടോ കാര്യമില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ മതിലിൻ്റെ പുറത്ത് ഇത് എഴുതി വച്ചേക്കുന്നത് സ്പ്രേ അടിച്ച് മായ്ച്ച് കളഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരിടത്ത് മായ്ച്ചാൽ 100 ആളുകൾ എഴുതും. ഇപ്പോൾ കേരളത്തിൽ തന്നെ പല ആളുകളും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ മതിലിൽ ഞാൻ ഈ വാക്യം എഴുതി വയ്ക്കുമെന്നും പറഞ്ഞുകൊണ്ട് കുറേ പേര് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ അടിസ്ഥാനപരമായി ഇതേണ്ട ഈ ഗ്രന്ഥത്തിൻ്റെ അകത്ത് എഴുതി വച്ചേക്കുന്ന കാര്യമാണ് ഇത് തെറ്റാണെന്നുള്ളത്. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ, ഇപ്പോൾ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് ന്യായപ്രമാണം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ പഞ്ചഗ്രന്ഥങ്ങൾ, ഇതിനെ യഹൂദന്മാരുടെ തോറ അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന് നമ്മൾ വിളിക്കുന്നു. ഈ ന്യായപ്രമാണത്തിൽ എഴുതി വച്ചേക്കുന്നതിനെ മാറ്റാൻ പറ്റത്തില്ല. കാരണം യേശു തന്നെ പറഞ്ഞു ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ ഒഴിഞ്ഞു പോകില്ല, ആകാശവും ഭൂമിയും മാറിപ്പോകും. അപ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, പക്ഷേ ഈ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു വള്ളിയോ ഒരു പുള്ളിയോ വ്യത്യാസം വരികയില്ലെന്ന് യേശു പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്കിനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ടോ ഒരു ക്രിസ്ത്യാനിയോട് ദേഷ്യപ്പെട്ടിട്ടോ കാര്യമില്ല, കാരണം ഗ്രന്ഥം അതാണ് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മോക്ഷം പ്രാപിക്കാൻ വേറൊരു മാർഗമില്ല എന്നാണ് ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമുള്ളത് യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പഷ്ടമായി പറയാം, നിങ്ങൾ എൻ്റെ ഈ വീഡിയോയ്ക്കെതിരെ പ്രതികരിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല. ബൈബിൾ എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു മോക്ഷം പ്രാപിക്കാൻ വേറെ മാർഗമില്ല. അത് ഏത് മുസ്ലിം മതത്തിലൂടെ ആയാലും മറ്റ് ഏത് മതങ്ങളിലൂടെയാണെങ്കിലും നമ്മൾ നോക്കിയാൽ ബൈബിൾ എന്ത് പറയുന്നു അത് ഞങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് ഒരു വിശ്വാസ സംഹിതകൾക്കും ദൈവത്തിലേക്ക് എത്താനുള്ള മാർഗമില്ല എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റുമോ? പറ. അപ്പം മതിലേൽ എഴുതി വെച്ചത് മായ്ച്ചത് കൊണ്ട് ഇതിൻ്റെ അകത്ത് മായ്ക്കാൻ പറ്റുമോ? ഞാൻ പൊതുവെ വളരെ നിഷ്പക്ഷമായിട്ട് ഓരോ വീഡിയോകൾ പറയുന്ന ആളാണ്. പക്ഷേ എൻ്റെ ഈ വാക്ക് കേൾക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഞങ്ങളുടെ കയ്യിലെ കുഴപ്പമല്ല, ഞങ്ങൾ ഇതിൻ്റെ അകത്ത് തെറ്റുകാരല്ല, ഞങ്ങൾ എവിടെയാ തെറ്റ്, ഞങ്ങളുടെ തെറ്റല്ല, മറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്ന വേദപുസ്തക ഗ്രന്ഥം ഞങ്ങളോട് പറയുന്നതാണ്, പഠിപ്പിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എഴുതി വച്ചേക്കുന്ന ഒരു വാക്യം കണ്ടിട്ട് അതിൽ പ്രകോപിതരായാൽ എന്തായിരിക്കും ഇപ്പോൾ സംഭവിക്കുന്നത്? അങ്ങനെ പ്രകോപിതരായാൽ ക്ഷേത്രങ്ങളിൽ അകത്ത് നമ്മൾ ചെന്നാൽ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പുറത്ത് എത്രയോ കൊത്തുപണികളുണ്ട്. ആ കൊത്തുപണികളെല്ലാം ലൈംഗികതയുമായി ബന്ധപ്പെട്ട കൊത്തുപണികളുണ്ട്, ഇല്ലേ? എല്ലോറ കേവ്സിലൊക്കെ ചെന്നാലും അതുപോലെ പഴയ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്നാൽ അതിൻ്റെ മുൻപിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്, കൊത്തുപണികളുണ്ട്. അത് കൂടുതലും ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അപ്പം നാളെ ഒരാൾ പറയുകയാണ് ഇത് വേണ്ടേ പബ്ലിക്കായിട്ട് ഇതിങ്ങനെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള വിശ്വാസം, ഇപ്പോൾ മുസ്ലിമിനെ ആണെങ്കിലും ഹിന്ദുവിനെ ആയാലും ക്രിസ്ത്യാനിയായാലും. അപ്പോൾ എൻ്റെ മതിലിൻ്റെ അകത്ത് ഞാൻ എന്ത് എഴുതി വെക്കണം, അതായത് മറ്റുള്ളവർക്ക് ദോഷം വരാതെ. ഇപ്പം 4 ചീത്ത എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള പടം വരച്ചു വെക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ബൈബിളിൻ്റെ അകത്തുനിന്നൊരു വാക്യം എഴുതി വെച്ചാൽ അതിൽ എന്ത് അസഹിഷ്ണുതയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ അസഹിഷ്ണുത ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നെ ഈ പല മതങ്ങൾ എങ്ങനെ ഈ പ്രദേശത്ത് നിലനിൽക്കാൻ സാധിക്കും, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുസ്ലിങ്ങളുടെ ഈ ബാങ്ക് വിളിയെക്കുറിച്ച് പറഞ്ഞത്. അവരവിടെ പറയുന്നു, ഇവിടെ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മളും രാവിലെ കേൾക്കുന്നു, അവർ പ്രസംഗിക്കുന്നു, അവരുടെ ഇത് കേൾക്കുന്നു. ഹിന്ദുക്കളുടെ അമ്പലത്തിൽ നിന്ന് രാവിലെ കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ എന്നും പറഞ്ഞുകൊണ്ട് അതും കേൾക്കുന്നു. ഇതെല്ലാം ഹിന്ദുവും കേൾക്കുന്നു, ക്രിസ്ത്യാനിയും കേൾക്കുന്നു, മുസ്ലിം കേൾക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഇതിനെ ഒരു ചെറിയ കാര്യത്തെ മഹത്വവൽക്കരിച്ച് ഇതിനെ ഒരു എക്സ്പോസ് ചെയ്ത് അതിലെന്തെങ്കിലും ഒരു ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന ചില വ്യക്തികളെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടാവാം. പക്ഷേ അതൊരു ശരിയായ നടപടിയല്ല. അപ്പം അതുകൊണ്ട്
ഇത് ഇത്രയും വിവാദമാക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വാക്യങ്ങൾ എഴുതണമെന്ന് വെച്ചാൽ ഒരുപാട് വാക്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. യേശു എൻ്റെ ഇടയനാകുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, നിങ്ങൾ പരസ്പരം അന്യോന്യം സ്നേഹിക്കുവിൻ, ഇതൊക്കെ എഴുതി വെക്കാം. പക്ഷേ ക്രൈസ്തവ സമൂഹം ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം വേദപുസ്തകം പഠിപ്പിക്കുന്നു മദ്യപന്മാർ സ്വർഗ്ഗരാജ്യത്തിൽ പോകത്തില്ല. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥയാണ് മരണശേഷം അവന് ഒരു പുനർജീവനുണ്ട് എന്നുള്ളത്. ആ ജീവിതം അതിനെ മോക്ഷം പ്രാപിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ മോക്ഷം പ്രാപിക്കണമെങ്കിൽ അത്യാഗ്രഹവും പിടിച്ചുപറിയും മോഷണം ദുർനടപ്പ് വിഗ്രഹാരാധന വ്യഭിചാരം സ്വയഭോഗം ഇതൊന്നും പാടില്ലെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അങ്ങനെ അത് പാലിച്ച് ജീവിക്കാനായിട്ടാണ് ആളുകൾ ഉത്സാഹിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയ ഹൈന്ദവ സഹോദരങ്ങൾ ഇത് കണ്ട് ദേഷ്യപ്പെടേണ്ടതോ ഒരു പ്രശ്നങ്ങളുണ്ടാക്കി സമൂഹത്തിലൊരു വലിയ കലാപം സൃഷ്ടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇതുകൊണ്ട് പെന്തക്കോസ്തൽ സമൂഹവും ക്രൈസ്തവ സമൂഹവും ചിന്തിക്കുന്ന ചിന്തകൾ ഇതാണ്: വരുന്ന നാളുകളിൽ പെന്തക്കോസ്തൽ സമൂഹത്തിനും ക്രിസ്തീയ സമൂഹങ്ങൾക്കും ഇവിടെ വലിയ പ്രതിസന്ധികളുണ്ടാകും. അവരുടെ ചിന്തകളാണ്. ഒരു വാക്യം പോലും മതിലിൽ എഴുതി വയ്ക്കാൻ പറ്റുകയില്ലെങ്കിൽ നാളെ ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കും. അവർ പറയുന്നതാണ്, എൻ്റെ വാക്കുകളല്ല. പബ്ലിക്കായിട്ടൊരു പാട്ട് പാടാനോ പ്രസംഗിക്കാനോ ബൈബിൾ വായിക്കാനോ വചനം എഴുതി വെക്കാനോ പറ്റുകയില്ല. ഇനി യേശുവിൻ്റെ ഒരു രൂപം പുറത്ത് പ്രതിഷ്ഠിക്കാൻ പറ്റുകയില്ല. അവർ പറയും. ഇപ്പോൾ തന്നെ കർണാടകത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം നടക്കുകയാണ്. അപ്പം ഇതൊക്കെ സമൂഹത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ഭിന്നിപ്പിക്കുകയും മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് എന്താണ് ഒരു മതഗ്രന്ഥം, ആ മതഗ്രന്ഥത്തിൽ എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മളൊന്നും പഠിച്ചാൽ മനസ്സിലാക്കിയാൽ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് പെന്തക്കോസ്തൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രതിസന്ധികൾ വന്നാലും പിന്മാറുന്ന ഒരു സമൂഹമല്ല. അത് ജീവിക്കുവാനും ചാകാനും തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹമാണ്. രക്തസാക്ഷികൾ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പെന്തക്കോസ്തൽ സമൂഹത്തിലുള്ള ആളുകളുടെ വിശ്വാസത്തെ ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്തി അവരുടെ വിശ്വാസത്തെ ഖനിക്കാം, അവരെ നശിപ്പിക്കാം, അവരെ ഭീഷണിപ്പെടുത്താം എന്ന് ചിന്തിച്ചാൽ ആ ചിന്തിക്കുന്നവർക്ക് അതിൽ തെറ്റുപറ്റി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും വലിയ പ്രതിസന്ധികൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പെന്തക്കോസ്തൽ സമൂഹത്തിനും പൊതുവെ ക്രൈസ്തവ സമൂഹത്തിനും നേരിടുമ്പോഴും അവരതിനെയൊക്കെ അതിജീവിക്കുന്നു. അതിൽ ഒരു ദൈവകൃപ ഉണ്ട്, അതവർ അതിജീവിക്കുന്നു. അതുകൊണ്ട് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ടുവന്ന് വലിയൊരു പ്രശ്നത്തിലാക്കി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പരസ്പരം പോട്ടിയാണ്, ഉടക്കാണ് എന്ന് പറഞ്ഞ് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കാതിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. അതോടൊപ്പം തന്നെ ക്രിസ്തീയ സമൂഹം വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുകയില്ല എന്ന് മാത്രമല്ല അംഗീകരിക്കുകയുമില്ല, അതിൽ അവർ വിശ്വസിക്കുന്നുമില്ല എന്ന് തീർത്ത് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിനുള്ള പ്രതികരണം ഇവിടെ നിർത്തുകയാണ്.